Requesting chess number 101 to report backstage. Chess number 101. ഗോകുലം ചിറ്റ്സ് കണ്ണൂർ ഇരിട്ടി റീജിയന്റെ ഹൃദയപൂർവമായ സ്നേഹസ്വാഗതം. ഗോകുലം ശ്രീ ഗോകുലം മാനവ നന്മയ്ക്കുയിർപ്പുള്ള സ്ഥാപനം, നാടിനുണർവേകും ഗോകുലം. മാനവ പിറവിയെടുക്കും മുമ്പേ മരണം വേണ്ടയാണ് ഞങ്ങളുടെ പിഞ്ചു വൈദ്യങ്ങൾക്ക് അരങ്ങിന്റെ സമർപ്പണം. ശാന്തിയും സമാധാനവും നിറഞ്ഞ ലോകത്തെ വെടിയൊച്ചകളുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ലോകമാക്കി മാറ്റുന്നത് യുദ്ധമാണ്. എത്ര മനുഷ്യരുടെ മാർത്തടം ചീന്തിയെടുത്തവനാണ് ഈ ഞാൻ ഭീമൻ. എത്ര മസ്തകങ്ങൾ തല്ലി തകർത്തവൻ.
കാലമേ, എനിക്കാവുന്നില്ല ഈ കുഞ്ഞു മക്കളുടെ പട്ടട കാണുവാൻ. അഭയമില്ലാതെ അലഞ്ഞലഞ്ഞ് അഭയാർത്ഥിയായ ഞാൻ ഈ ഭൂമിയുടെ ഏതു കരയിലാണ് എത്തിച്ചേർന്നത്? ഓ, ചോര പുരണ്ട ഈ പൂഴിമണ്ണിൽ എന്റെ കാലുകൾ പുതഞ്ഞു പോകുന്നല്ലോ. യുദ്ധവും കലാപവും വംശഹത്യയും കൊണ്ട് ഈ ലോകം കത്തിയമരുമ്പോൾ വയ്യ വയ്യ. ഓ, ദാഹം ദാഹം. ഇളം ചോര ഒഴുകിയെത്താത്ത നദികളുണ്ടോ ലോകമേ നിന്റെ ഈ ജഡരത്തിൽ? ഈ അഭയാർത്ഥിക്ക് ദാഹമകറ്റാൻ ഇല്ല ഇല്ല. ഈ ലോകമെങ്ങും കണ്ണുനീരും ചോരയും ചാലു കീറി ഒഴുകുന്നു. ഓ ഓ, അധിനിവേശങ്ങൾ അരക്കില്ലങ്ങൾ പണിയുന്നു. കാടെരിയുന്നു. കറുത്തവനായ എന്റെ വംശത്തെ ചുട്ടെരിക്കുന്നു. എന്റെ ഓർമ്മകളിൽ ആളിപ്പടർന്ന എത്ര എത്ര കാട്ടുതീകൾ, എത്ര നിലവിളികൾ, തേൻകൂട് തേടിപ്പോയ എന്റെ പെൺമക്കളുടെ വെന്ത ശരീരത്തിന്റെ ഗന്ധങ്ങൾ. സൂതരെ, മഗധരെ, നമുക്കിനിയും പാടാം കുരുവംശത്തിന്റെ ഗാഥകൾ. പിറവിയും പ്രേമവും പാപവും കണ്ട യമുനയുടെ പാട്ടു കേൾക്കാം. വ്യാസഭാരതത്തിന്റെ വേദനകൾ പങ്കിടാം. കാടെരിഞ്ഞപ്പോൾ ഉയർന്ന നിഷാദരുടെ നിലവിളികൾ കേൾക്കാം. ഭാരതവംശത്തിന്റെ ഇങ്ങേ തലവരെ ഉയർന്ന ഇരമ്പുന്ന നിലവിളി. ഇത് വാരണാവതം, പുരോചനന്റെ അരക്കില്ലം. മകനെ യുധിഷ്ഠിര, ചതുരംഗം നിർത്തൂ. ഭീമ, വൃഗോദര, ഭക്ഷണത്തോടുള്ള നിന്റെ ആർത്തി നിർത്തൂ. അർജുന, ഇവിടെ ആപത്തിന്റെ മണമുണ്ട്. ഇരുമ്പും വെടിമരുന്നും മാത്രമല്ല, ആയുധമുരുളുന്ന ശബ്ദവും എനിക്ക് കേൾക്കാം. ആപത്ത്, ആപത്ത്. ജ്യേഷ്ഠ, ഇവിടെ തീയാണ് നമ്മുടെ ശത്രു. കോലരക്കും നെയ്യും ഒന്ന് മണത്തു നോക്ക്. എവിടെ? എനിക്കൊന്നും മണക്കുന്നില്ലല്ലോ. മന്ദ, ഇറച്ചി വന്ന മണം മാത്രമേ മൃഗോദരൻ അറിയൂ. ഓ, നിങ്ങളുടെ അട്ടഹാസം നിർത്തൂ.
ഇത് ആഘോഷത്തിന്റെ രാവല്ല, ആത്മരക്ഷയുടെ നിമിഷങ്ങളാണ്. മകനെ യുധിഷ്ഠിര, ഹസ്തിനപുരിയിലെ ചതുരംഗപ്പലകയിൽ പകിടകൾ ഉരുളുന്നത് നിന്റെയും നിന്റെ സാമ്രാജ്യത്തിന്റെയും നാശത്തിനാണ്. മക്കളെ, പാതിരാവ് കഴിയും മുൻപ് നമുക്ക് ഈ വാരണാവതം വിടണം, ഈ രാത്രി തന്നെ. ഇല്ലെങ്കിൽ നമ്മൾ ഈ അരക്കില്ലത്തിൽ കത്തിയമരും. കുടല് കത്തുന്ന വിശപ്പുണ്ടമ്മേ. ഈ ഭക്ഷണവും മറ്റും കഴിക്കാതെ എങ്ങനെ? വിശപ്പ് വിശപ്പ് വിശപ്പ്. ഓ പ്രകോദര, നിന്റെ ഈ ഭക്ഷണത്തോടുള്ള ആർത്തി നിർത്തുക. ജ്യേഷ്ഠ, തോൽക്കുടങ്ങളിൽ വിശ്രമിക്കുന്ന യവം വാറ്റിയ മദ്യം കഴിക്കാതെ. വില്ലാളി വീരനായ പാർത്ത, നീ ഇങ്ങനെ ലഹരിയിൽ ആസക്തനായാലോ? ഇവിടെ അമ്മയുടെ വാക്കാണ് തീർപ്പ്. ഈ വെടിമരുന്നില്ലം പണിത പുരോചനനെ തറയിലടിച്ചു കൊല്ലണം. എന്നിട്ടാവാം ഭക്ഷണവും പാനീയവും. മന്ദ, മൂടത്തം പുലമ്പരുത്. പുരോചനനെ കൊന്നിട്ട് എന്ത് കാര്യം? ദുര്യോധനൻ പുതിയ വിദ്യകളുമായി വീണ്ടും വരും. എങ്കിൽ വേഗം വാ, ഭക്ഷണം കഴിക്കാം. പാതി വെന്തതാണ്. ദഹനേന്ദ്രിയത്തിന് ഇത്തിരി പണി കൂടുമെന്നേ ഉള്ളൂ. ഒന്നാമലമേ കേറുന്ന ഗിരി പൂവാലന്താൻ ചെങ്കീരി, ഒന്നാമലമേ കേറുന്ന ഗിരി പൂവാലന്താൻ ചെങ്കീരി. രണ്ടാമലമേ കേറുന്ന ഗിരി പൂവാലന്താൻ ചെങ്കീരി, രണ്ടാമലമേ കേറുന്ന ഗിരി പൂവാലന്താൻ ചെങ്കീരി. രണ്ടാമലമേ കേറുന്ന ഗിരി പൂവാലന്താൻ ചെങ്കീരി, രണ്ടാമലമേ കേറുന്ന ഗിരി പൂവാലന്താൻ ചെങ്കീരി. കൊടല് കത്തണ് തമ്പ്രാക്കളെ, പൈച്ചീറ്റ് വയ്യ, ഞങ്ങള് ചത്തുപോകും. കാട് തീണ്ടി പുതിയ പത്തനം പണിയാണ് തമ്പ്രാക്കളെ. അതോണ്ട് പയിച്ച് ചാവണ്. തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. പാമ്പിനെ കൊണ്ട് കൊടല് കൊത്തിച്ച് എന്നിട്ട് പൈപ്പ് തീരണില്ലല്ലോ തമ്പ്രാക്കളെ. ഞങ്ങൾക്ക് കാട്ടിലും തൊയ്രില്ല. കാട് കത്തിച്ച് ഞങ്ങളെ പെൺകുട്ടികളെ തുണിയയിച്ച് നടത്തിച്ച് ഞങ്ങളെവിടെ പോകും തമ്പ്ര? കടന്നുപോ മലഭൂതങ്ങളെ. കൊട്ടാരത്തിന്റെ അരികിലെത്താൻ ആരു ധൈര്യം തോന്നുന്നു നിങ്ങൾക്ക്? അർജുന, വിശന്നു വലഞ്ഞു വരുന്നവരോട് എന്തിനാണ് നീ ഇങ്ങനെ കയർക്കുന്നത്? കേട്ടില്ലേ അവരുടെ രോദനം? ജനപദമെന്നും അതിക്രമങ്ങളാണ്. ആ, ഒരർത്ഥത്തിൽ നമ്മളും അതിന്റെ ഇരകളല്ലേ? ഭീമസേന, വിളമ്പിക്കൊടുക്കൂ അവർക്ക് ഭക്ഷണം. അർജുന, ആ തോൽക്കുടങ്ങളിലെ മദ്യവും അവർക്ക് നൽകൂ. അവരും നമ്മെ പോലെ മനുഷ്യരല്ലേ? മനുഷ്യര് മനുഷ്യര് ഞങ്ങളും മനുഷ്യര്. ഭീമ, അർജുന, കനത്ത കൺപോളകളുള്ള ഈ സാധുക്കളെ അന്തഃപുരത്തിനകത്ത് കിടത്തു. പുരോചനന്റെ കൊട്ടാരത്തിലെ സുഖവാസം അവരനുഭവിക്കട്ടെ. എല്ലാവർക്കും വിരുന്നൂട്ടുന്ന രാജമാതാവിന്റെ കൽപ്പന അനുസരിക്കൂ പ്രകോദര. എന്തിനാണമ്മേ ഈ ക്രൂരത ഈ സാധു മനുഷ്യരോട്? ധർമ്മം സംരക്ഷിക്കാൻ. മക്കളെ, പാണ്ഡവ സാമ്രാജ്യം ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഹസ്തിനപുരിയുടെ ലക്ഷ്യം. കൗരവ സാമ്രാജ്യത്തിന്റെ അധികാരക്കുതിയും നിങ്ങളുടെ സ്വാർത്ഥതയും ഈ രാജ്യത്തെ ഒരു വലിയ വിപത്തിലേക്ക് നയിക്കുകയാണ്. ഈ ഭൂമി കബന്ധങ്ങൾ കൊണ്ട് നിറയും. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട പാവം മനുഷ്യരുടെ ശവശരീരങ്ങൾ, എങ്ങും വിലാപങ്ങൾ, ചോരയൊഴുകുന്ന നദികൾ. അമ്മേ, ഈ സർവനാശത്തിന് നാളെ കാലം നിങ്ങളോട് ചോദിക്കും. അർജുന, ഈ ചണ്ടാളന്റെ വാക്കുകൾ കേൾക്കാതെ അകത്തേക്ക് വലിച്ചെറിയൂ ഈ കാടിന്റെ മക്കളെ. എന്നിട്ട് ആ തീ വെട്ടിയെടുത്ത് പുരോചനന്റെ അരക്കില്ലത്തിന് തീ കൊടുക്കൂ. അതിനു മുൻപ് എന്റെ നകുല സഹദേവന്മാരെ വിളിക്കൂ.
വേഗം കയ്യിൽ കിട്ടുന്നത് ഭാണ്ഡത്തിലാക്കൂ. വാ വാ, പുറപ്പെടാം. അരക്കില്ലത്തിനകത്ത് വെന്തെരിഞ്ഞത് പാണ്ഡവരാണെന്ന് കരുതി ദുര്യോധനൻ അട്ടഹസിക്കട്ടെ. അരുത്! ചതി! 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 എല്ലാ യുദ്ധങ്ങളും ചതി നിറഞ്ഞതാണ്. സ്വാർത്ഥരായ മനുഷ്യരുടെ കൂട്ടക്കുരുതി. ഇവിടെ മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ നിസ്സഹാരായ പച്ച മനുഷ്യർ. യുഗാന്തരങ്ങൾക്കിപ്പുറം ഈ ഭൂമിയിൽ ഞാൻ എത്തിയത് വീണ്ടും ഇത് കാണാനാണോ? വയ്യ, വയ്യ, ഈ ദുരന്തങ്ങൾ കാണാനേ വയ്യ. അരക്കില്ലത്തിൽ അകപ്പെട്ട ഞങ്ങൾക്കായി എരിഞ്ഞമർന്ന ആ അമ്മയുടെയും മക്കളുടെയും ദീനമായ വിലാപം ഞാൻ കേൾക്കുന്നു. ഇരുളേ, എന്നെ വിഴുങ്ങും മുൻപ്, മരണമേ എന്നെ ശ്വാസം മുട്ടിക്കും മുൻപ് എനിക്കൊരൽപ്പം കരയണം. അരുതായ്മയുടെ ബലിക്കല്ലിൽ തകർന്നുപോയ കുഞ്ഞുങ്ങൾക്കായി എന്റെ മനുഷ്യവംശത്തിന്റെ അടങ്ങാത്ത തലമുറ കടൽക്കരയിൽ കുഴിച്ചിടപ്പെട്ട ഓരോ കുഞ്ഞു കണ്ണുകളിൽ നിന്നും ഓരോ തോക്കുയരുക തന്നെ ചെയ്യും. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞു ശരീരങ്ങളെ സാഗരത്തിനഭിമുഖമായി ചരിച്ചു കിടത്തി കുഴിച്ചു മൂടുക. ആ കണ്ണുകളിലെ കിരണം അലയാഴികളെ ഭേദിച്ച് ആർത്തിരമ്പിയെത്തി ലോകത്തെ വാരി പുണരുന്നത് കാണാം. തീർച്ചയാണ് ഒരു മുള പൊട്ടുമെന്ന സത്യം. ഒരു സൂര്യൻ ഉദിക്കും. പൂഴിമണ്ണിലകപ്പെട്ട കുഞ്ഞു സൂര്യന്മാരിൽ നിന്നും കോടി സൂര്യപ്രഭയുമായി പുതു സൂര്യൻ.